ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ദാണ്ടെ നല്ല അടിപൊളി ഒരു കടലക്കറിയുടെ റെസിപ്പിയാണ് കേട്ടോ ഞാനിന്ന് കാണിക്കുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കടലക്കറിയാണ്. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്നതിൽ കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള നല്ല കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള നല്ല മണവും രുചിയുള്ള അടിപൊളി ഒരു കടലക്കറിയാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് കണ്ടു നോക്കാം. അതിന് മുന്നേ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടോടെ ചെയ്തേക്കണേ. അപ്പോൾ ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ആദ്യം ഒരു മിക്സിയുടെ ജാറൊന്ന് എടുത്ത് വെച്ചിട്ട് അതിലേക്ക് ഒരു സവാള അത്യാവശ്യം വലുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു 6-7 അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ പീസ് ഇഞ്ചി ഒന്ന് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അത്യാവശ്യം വലിയൊരു തക്കാളി ഇതുപോലെ വലുതായിട്ട് അരിഞ്ഞ് അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് തേങ്ങയാണ് കേട്ടോ വേണ്ടുന്നത്. അതായത് ഒരു 1/4 കപ്പ് അത്രയും മതിയാവും. ഒരുപാട് തേങ്ങേൻ്റെ ആവശ്യമില്ല കേട്ടോ. അപ്പോൾ തേങ്ങ ചേർത്ത് കൊടുത്തിട്ട് ഇനി ഇതിലേക്ക് നമുക്കൊരു 1.5 ടീസ്പൂണോളം വലിയ ജീരകം ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇനി ഒരു 2 കഷ്ണം പട്ടയും 2 കഷ്ണം ഏലക്കയും അതുപോലെ 2 കഷ്ണം ഗ്രാമ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഒരു 1.5 ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറാണ് കേട്ടോ ചേർക്കുന്നത്. ഇനി ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ ഒരു 1/4 ടീസ്പൂണൊക്കെ മഞ്ഞൾപ്പൊടി ഉണ്ടല്ലോ അതും കൂടെ ചേർത്തിട്ട് നല്ല പേസ്റ്റ് കണക്കിന് ഒന്ന് അരച്ചെടുക്കാം. വേണമെങ്കിൽ ഒരല്പം വെള്ളം ചേർക്കാം കേട്ടോ. അപ്പം ഞാനൊന്ന് അരച്ചു കൊണ്ടുവരാവേ. അപ്പോൾ ദാണ്ടെ നല്ല പേസ്റ്റ് കണക്ക് അരച്ചെടുത്തിട്ടുണ്ട്. ഞാനൊരു 3 ടേബിൾ സ്പൂണോളം വെള്ളം ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതങ്ങോട്ട് മാറ്റി വെക്കുന്നുണ്ട്. ഇനി ദാണ്ടെ നമ്മൾ ഓവർനൈറ്റ് കുതിർത്തെടുത്ത കടലയാണ് കേട്ടോ അതെടുത്തിട്ടുണ്ട്. കണ്ടോ? ഇനി ഇതിലേക്ക് ഞാനൊരു ഉരുളക്കിഴങ്ങും കൂടെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് ചേർക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഉരുളക്കിഴങ്ങ് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ. ഇത് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഞാൻ കുറച്ച് ചേർക്കുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടി ഒരു കുക്കർ ഒന്ന് എടുത്ത് അടുപ്പത്തേക്ക് വെക്കുന്നുണ്ട്. കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമ്മുടെ ആ ഒരു അരപ്പുണ്ടല്ലോ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അടപ്പിലും ഒക്കെ ഇരിക്കുന്ന അരപ്പ് ഞാൻ എല്ലാം കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇതിൻ്റെ ആ ഒരു പച്ച മണമൊക്കെ ഒന്ന് നന്നായിട്ട് മാറി കിട്ടണം കേട്ടോ. അപ്പം നന്നായിട്ട് ആ ഒരു എണ്ണയിലിട്ട് ഒന്നങ്ങ് വഴറ്റിയെടുക്കാം. ഒരു 2 മിനിറ്റെങ്കിലും ഇതുപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കണേ. അതാണ്ട് ഞാനൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരല്പം വെള്ളം ചേർത്ത് കൊടുക്കാം. നമ്മുടെ ആ ഒരു മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം ചേർത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വളരെ കുറച്ച് മാത്രം വെള്ളം ആദ്യം ചേർത്ത് കൊടുക്കാം. ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ആക്കാം. ഇങ്ങനെ ചെയ്യുന്നതേ നമ്മുടെ ഈ മസാലേൻ്റെയൊക്കെ ഒരു പച്ച മണമൊക്കെ ഉണ്ടെങ്കിൽ അതങ്ങ് മാറാൻ വേണ്ടിയിട്ടാണ്. ഇത്തിരി വെള്ളത്തിൽ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുമ്പോഴേക്കും എന്തെങ്കിലുമൊക്കെ വേവാനുണ്ടെങ്കിൽ നന്നായിട്ട് വെന്ത് കിട്ടും കേട്ടോ. കറിക്ക് നല്ലൊരു ടേസ്റ്റും ആയിരിക്കും. അപ്പോൾ അതാണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി ഇതുപോലെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇടയ്ക്കിടയ്ക്ക് നന്നായിട്ട് എന്ന് പറയുന്നതുകൊണ്ട് എന്നെ ട്രോളാൻ നിൽക്കണ്ട കേട്ടോ. അപ്പോൾ അതാണ്ട് ഇതുപോലെ ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ട് ഇനി നമുക്ക് ആ ബാക്കി വെള്ളം കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് ഗ്രേവിക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മുടെ കടലയുണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു കടലയ്ക്ക് പകരം വെള്ളക്കടലയിലും ഇത് ഉണ്ടാക്കാം കേട്ടോ. ഇനി നമുക്ക് ഉരുളക്കിഴങ്ങും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നല്ലപോലെ ഒന്നങ്ങ് മിക്സ് ആക്കി കൊടുക്കാവേ. അതാണ്ട് ഒന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട് ഞാൻ. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് മല്ലിയിലയുടെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഒന്നും കൂടെ അങ്ങ് മിക്സ് ആക്കിയിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാം. അപ്പം ഞാനൊന്ന് മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി കുക്കർ ഒന്ന് മൂടി വെച്ചിട്ട് ഒരു 5 വിസിൽ കേൾക്കുന്നവരെയും ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് അവിടെ നിന്ന് വെന്ത് വരട്ടെ. അപ്പോൾ അതാണ്ട് ഒരു 5 വിസിലൊക്കെ കേട്ട് സ്റ്റീമൊക്കെ പോയതിന് ശേഷം ഓപ്പൺ ചെയ്യാണ് കേട്ടോ. നമ്മുടെ കറി ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. പക്ഷെ കുറച്ച് വെള്ളം കുറച്ചും കൂടെ തിക്കാവണമെന്ന് എനിക്കൊരു തോന്നൽ കേട്ടോ. ഒത്തിരി വെള്ളം കൂടി പോകും അത്. അതുകൊണ്ട് ഞാനൊരു 2 മിനിറ്റ് കൂടെ ഒന്ന് തിളപ്പിക്കുന്നുണ്ടേ. അപ്പോൾ അതാണ്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഗ്രേവിയൊക്കെ നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കടലക്കറിയാണ് കേട്ടോ ഇത്. അപ്പോൾ കടലക്കറി ഒരു വട്ടം നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കി നോക്കൂ. ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമാവും കേട്ടോ. പിന്നെ വേണമെങ്കിൽ ഈ ഉരുളക്കിഴങ്ങൊക്കെ നമുക്കൊന്ന് ഉടച്ച് ചേർത്ത് കൊടുക്കാം. കുറച്ചും കൂടി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. എനിക്ക് ഈ ഉരുളക്കിഴങ്ങ് ഇങ്ങനെ കടിക്കാൻ ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ ഉടച്ച് ചേർക്കുന്നില്ല. അപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല അടിപൊളി കടലക്കറി ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇത് ദോശേൻ്റെ കൂടെയോ ചപ്പാത്തിൻ്റെ കൂടെയോ പുട്ടിൻ്റെ കൂടെയോ ഒക്കെ കഴിക്കാൻ നല്ല അടിപൊളിയാണ്. ഇനി ചോറിൻ്റെ കൂടെ കഴിക്കാനും അടിപൊളിയാണ്. അപ്പം ഉണ്ടാക്കി നോക്കാത്തവർ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാൻ മറക്കരുതേ. അപ്പം വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ അതുപോലെ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. അപ്പം നമുക്കിനി ഒരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാടോ. അതുവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.